KMG യൂണിവേഴ്സിറ്റിയുടെ സോഷ്യൽ സയൻസിന്റെ പേപ്പറിലെ സെം 1 ഒന്നാമത്തെ പേപ്പറാണ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് മെത്തഡോളജി ടു സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസിന്റെ സാമൂഹ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്, രീതിശാസ്ത്രം, ഇതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതില് നമുക്ക് ആദ്യം ഇതില് കണ്ടന്റ് ശ്രദ്ധിച്ച് ഒരു ക്രമത്തിൽ പഠിച്ചാലാണ് അത് ആ ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സോഷ്യൽ സയൻസ് എന്നതിനൊരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പം സോഷ്യൽ സയൻസ് എന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം സയൻസ് എന്താണെന്ന് അറിയണ്ടേ? തീർച്ചയായും സയൻസ് എന്ന വാക്ക് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉണ്ടായത്. സയൻഷ്യ എന്നാണ് ആ ലാറ്റിൻ വേർഡ്. സയൻഷ്യ എന്ന ആ ലാറ്റിൻ വേർഡിൽ നിന്നാണ് സയൻസ് എന്ന വേർഡ് നമ്മൾ ഉണ്ടായി വന്നത്. എന്താണ് സയൻസ്? ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഉള്ള ഒരു നോളജിന്റെ ഒരു സം ടോട്ടല്, ഒരു ആകെത്തുക, അറിവിന്റെ ആകെത്തുക, ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ചിട്ടപ്പെടുത്തിയ അറിവിന്റെ ആകെത്തുക. ചിട്ടപ്പെടുത്തണം കേട്ടോ, അല്ലെങ്കിൽ സയൻസ് ആവില്ല. അപ്പൊ നാളതുവരെ ആ വിഷയത്തെക്കുറിച്ച് ആരൊക്കെ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം ചേർത്ത് ഉള്ള ഒരു അറിവാണ് സയൻസ് ആവുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് അല്ലാതെ കുറെ അറിവുകൾ ചേർത്താൽ സയൻസ് ആവില്ല. അപ്പൊ ലാറ്റിൻ വേർഡ് ഒറിജിൻ ആണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം, സയൻഷ്യ ഈസ് എ ലാറ്റിൻ വേർഡ് ഫോർ നോളജ് ഓർ സയൻസ്. ഇൻ ലാറ്റിൻ സയൻഷ്യ മീൻസ് ടു നോ. ലാറ്റിനിൽ സയൻഷ്യ എന്ന് പറഞ്ഞാൽ അറിയുക, അറിവ്. പുരാതന റോമിലും സയൻഷ്യ എന്ന വാക്ക് റെഫർ ചെയ്യുന്നത് നോളജിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിനിൽ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ പഠനശാഖയാണ്, ഒരു പ്രത്യേക മേഖലയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പഠനശാഖയിലുള്ള വൈദഗ്ധ്യം, എക്സ്പെർട്ടൈസ് എന്നാണ് അർത്ഥം. ഓക്കെ, ഒന്നാമത്തെ സയൻസിന്റെ പ്രത്യേകത നോക്കാം, ഫീച്ചേഴ്സ്. ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് ചോദിക്കും സയൻസിന്റെ ഫീച്ചേഴ്സ് ചോദിക്കാം. അപ്പം ചിലപ്പോൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരാൻ ചാൻസ് ഉണ്ട്, ഫീച്ചേഴ്സ് ഓഫ് സയൻസ്. ഓക്കെ, അപ്പം ഫീച്ചേഴ്സ് എന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നോ ആവാം. ഒന്ന് തന്നെയാണ് ആശയം. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാലും ക്യാരക്ടറിസ്റ്റിക്സ് എന്നാലും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ധൈര്യമായിട്ട് ഓരോ പോയിന്റ് ആയിട്ട് എഴുതാം. ഒന്നാമത്തെ പോയിന്റ്, വസ്തുതകളുടെ വെറുമൊരു ശേഖരമല്ല ശാസ്ത്രം. വസ്തുതകൾ ചിട്ടയോടെ ശേഖരിച്ച് തരംതിരിച്ച് വിശകലനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇഷ്ടികകളുടെ ഒരു കൂമ്പാരം വീടാകാത്തതുപോലെ വസ്തുതകളുടെ വെറുമൊരു ശേഖരം ശാസ്ത്രമാകുന്നില്ല. മനസ്സിലാക്കിയ ആശയം ഇതാണ്. കുറെ ഫാക്ട് അഥവാ ഡാറ്റ നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് സയൻസ് അല്ല. നമ്മുടെ കയ്യിലുള്ള ഡാറ്റയുടെ ശേഖരം, ഫാക്റ്റുകളുടെ സമാഹാരം, വസ്തുതകളുടെ കളക്ഷൻ, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് വേർതിരിച്ച് അനലൈസ് ചെയ്യാൻ നമുക്ക് പാകത്തിന് അറേഞ്ച്ഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ നോളജിനെ നമുക്ക് സയൻസ് എന്ന വില കൽപ്പിക്കാൻ കഴിയുള്ളൂ. ഒന്നാമത്തെ പ്രത്യേകത, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച്ഡ് ആയിരിക്കണം. അല്ലാതെ കളക്ഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഒരിക്കലും സയൻസിൽ വി കനോട്ട് കോൾ എ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ സിംപ്ലി ആസ് സയൻസ്. ഇറ്റ് ജസ്റ്റ് ബിക്കം എ ഡാറ്റ. അതൊരു ഡാറ്റ മാത്രം. പക്ഷേ നമ്മൾ അതിനെ വളരെ ചിട്ടയോടുകൂടി പഠിക്കാൻ പറ്റിയ ക്രമത്തിന് പാകപ്പെടുത്തുമ്പോൾ മാത്രമാണ്. അത് മാത്രം കൊണ്ട് കാര്യമാണോ? ഇല്ല, അത് ഒരു സവിശേഷത മാത്രമാണ് സയൻസിന്റെ. രണ്ടാമത്തെ സവിശേഷത, ഒരു ശാസ്ത്രത്തിന്റെ മറ്റൊരു സവിശേഷത അതിലെ പ്രതിഭാസങ്ങൾ അളക്കാൻ പറ്റിയവയായിരിക്കണം എന്നതാണ്. ഇറ്റ്സ് എ ഫിനോമിന ഷുഡ് ബി മെഷറബിൾ. മെഷറബിൾ, അളക്കാൻ പറ്റിയവയായിരിക്കണം. സയന്റിഫിക് ഫിനോമിന ഷുഡ് ബി മെഷറബിൾ. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ക്വാണ്ടിറ്റി ആയിട്ട് അളക്കാൻ പറ്റണം. അതായത് ടെമ്പറേച്ചർ അതിന് നമുക്ക് ഡിഗ്രി സെൽഷ്യസിലോ ഫാരൻഹൈറ്റിലോ അളക്കാൻ പറ്റണം. ഒരു സയന്റിഫിക് ഫിനോമിനയാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് അന്തരീക്ഷമർദ്ദം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതൊരു ഫിനോമിനയാണ്, പ്രതിഭാസമാണ്. അതിനെ മെഷറബിൾ ആയിരിക്കണം. മഴ അളക്കാൻ പറ്റും. എത്ര സെന്റിമീറ്റർ മഴ ലഭിച്ചു നമുക്ക് അളക്കാൻ പറ്റും. സയന്റിഫിക് ഫിനോമിനകളെല്ലാം നമുക്ക് അളക്കാൻ പറ്റും. ഇലക്ട്രിസിറ്റി സയന്റിഫിക് ഫിനോമിനയാണ്, സയൻസ് ആണ്. മനുഷ്യ ശരീരത്തിലെ അടക്കം ഉള്ള ഒരു പ്രതിഭാസമാണ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അത് എത്ര ക്വാണ്ടിറ്റി എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. സോ ലോർഡ് കെൽവിൻ ഇതേക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. ലോർഡ് കെൽവിൻ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അക്കങ്ങളിൽ അവതരിപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാം.
Yes. If you know how to present the things that you say in figures or through figures, it means that you know something about it. ഇതാണ് ലോർഡ് കെവിൻ പറയുന്നത്. സോ ഫിഗററ്റിക് ആയിട്ട് ഒരു കാര്യം പറയാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ഡാറ്റനെ, അയാൾ നൽകുന്ന ഇൻഫർമേഷൻ നമുക്ക് അത്രയ്ക്ക് വില കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതായത് കുറേ മഴ ലഭിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് എത്ര എന്ന് അയാളുടെ ഉദ്ദേശിച്ച കുറേ എത്രയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇത്ര സെന്റിമീറ്റർ മഴ ലഭിച്ചു ഇന്നലെ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായും സയന്റിഫിക് ആയ ഒരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പ്രത്യേകത? സിസ്റ്റമാറ്റിക് അറേഞ്ച്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് സയൻസ്. രണ്ടാമത്തെ പ്രത്യേകത, സയൻസിന്റെ ഇൻഫർമേഷൻ മെഷറബിൾ ആയിരിക്കണം. മൂന്നാമത്തെ പ്രത്യേകത നമുക്ക് നോക്കാം. ശാസ്ത്രത്തിലെ നിയമങ്ങൾ പരീക്ഷിക്കുന്നതും തെളിയിക്കുന്നതിനും സാധിക്കുന്നവയായിരിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവ ശരിയാണോ എന്ന് പരിശോധിച്ചു നോക്കുവാൻ പറ്റിയവയായിരിക്കണം. Yes, it should be possible or it should be verifiable. The scientific laws that we have in front of us, നമ്മുടെ മുന്നിലുള്ള ശാസ്ത്രീയ നിയമങ്ങൾ should be able to prove. നമുക്ക് ഒബ്സർവേഷനിലൂടെയോ എക്സ്പെരിമെന്റിലൂടെയോ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റണം. അല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു കാര്യമില്ല എന്നർത്ഥം. ശാസ്ത്രീയ നിയമങ്ങൾ നമുക്ക് പരീക്ഷിച്ച് തെളിയിക്കാൻ കഴിയുന്നതായിരിക്കണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇൻ അതർ വേസ് വി ക്യാൻ സേ ദാറ്റ് അതിന്റെ ഓതന്റിസിറ്റി ചെക്ക് ചെയ്യാനായിട്ട്, അതിന്റെ ആധികാരികത പരിശോധിച്ചു നോക്കാനായിട്ട് നമുക്ക് പറ്റണമെന്നർത്ഥം. ഓക്കെ, അത് ഒരു ഇൻഫർമേഷൻ കിട്ടി, അത് ശരിയാണോ ഇല്ലയോ എന്ന് നോക്കാൻ, അന്വേഷിക്കാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സയന്റിഫിക് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ മതങ്ങൾ പറയുന്ന പല കാര്യങ്ങളും സയൻസ് എടുക്കാത്തത്. കുറെ ഇൻഫർമേഷൻസ് മതങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അത് ശരിയാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ, നമ്മുടെ കയ്യിൽ ഓതന്റിസിറ്റി ചെക്ക് ചെയ്ത് നോക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഇതാണ് സയൻസിന്റെ മൂന്നാമത്തെ പ്രത്യേകത. നൗ നാലാമത്തെ പ്രത്യേകത സയൻസിന്റെ. ശാസ്ത്രം അനുഭവസ്പദമായിരിക്കണം, അത് യഥാർത്ഥ വസ്തുക്കളിൽ അധിഷ്ഠിതമായിരിക്കണം. സയൻസിന്റെ നാലാമത്തെ പ്രത്യേകത ഇതാണ്, അത് എംപിരിക്കൽ ആയിരിക്കണം. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് സയൻസ് ബോധ്യപ്പെടണം. അപ്പോഴാണ് അത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും അത് സയൻസ് ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അനുഭവിക്കാനും കഴിയാത്ത ഒരു സംവിധാനത്തെ നമുക്ക് ശാസ്ത്രീയമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സയൻസ് എപ്പോഴും എംപിരിക്കലായ ഒരു നോളജിനെയാണ് സയൻസ് എന്ന് പറയുന്നത്. ഇത്രമാത്രമല്ല, സയൻസിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. സയൻസിന്റെ അഞ്ചാമത്തെ പ്രത്യേകത പറയാം. മാറ്റങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സംഭവങ്ങളുടെയും ഭാവി ഫലങ്ങൾ പ്രവചിക്കാൻ ശാസ്ത്രത്തിന് കഴിയണം. യെസ്, ഒത്തിരി മാറ്റങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്, ഒത്തിരി പ്രവർത്തനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. സീസൺസ് മാറുന്നു, രാത്രിയും പകലും മാറുന്നു, കാലാവസ്ഥ മാറുന്നു. വൈ എന്ന ഒരു ക്വസ്റ്റ്യൻ സയൻസിൽ എപ്പോഴും മുന്നോട്ട് ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. വൈ ഡസ് ഇറ്റ് ഹാപ്പൻ? എന്തുകൊണ്ട് അത് സംഭവിക്കും? ഇത് ഫ്യൂച്ചർ ഈവൻസ് ഇങ്ങനെ ആയാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് നമ്മൾ പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അതൊക്കെ അപ്പോൾ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഭാവി ഫലങ്ങൾ പറയാൻ സയൻസിന് കഴിയണം. ഭാവി ഫലങ്ങൾ, ഈ വർഷം മഴ കുറവായിരിക്കും, നമ്മൾ പറയാറില്ല, ഇന്ന് മഴ കൂടുതലായിരിക്കും, അതുകൊണ്ട് ഇന്ന് റെഡ് അലേർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് അല്ലെ ഇന്ന ജില്ലകളിൽ. ഇതൊക്കെ സയൻസിന് ഫ്യൂച്ചർ ഈവൻസിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയണം, എങ്കിലാണ് അത് സയൻസ് ഉള്ളൂ. സയൻസ് അപ്പോൾ രണ്ട് മാറ്റങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. സീസണൽ ആയിട്ടുള്ള മാറ്റങ്ങൾ മുതൽ ഒരുപാട് തരത്തിലുള്ള ഗ്ലോബൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ആഗോള താപനമുണ്ടാകുന്നു. ഒരു 50 കൊല്ലം മുമ്പുള്ള ഗ്ലോബൽ ടെമ്പറേച്ചർ അല്ല ഇന്ന്. ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടി വരുന്നു. സമുദ്രത്തിന്റെ ജലനിരപ്പ് ഉയർന്നു വരുന്നു. ഇതും ഒക്കെ ഡാറ്റയുടെ ബേസിൽ, വെറുതെ പറയുകയല്ല, ഊഹിച്ചു പറയുകയല്ല, ഡാറ്റയുടെ ബേസിൽ, സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുക. അപ്പോ സയൻസിന്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും പാലിക്കുന്ന നോളജിന്റെ ഏതൊരു ബ്രാഞ്ചിനെയും നമുക്ക് സയൻസ് എന്ന് പറയാം. സയൻസിന്റെ എന്താണ് സയൻസിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്, പ്ലസ്
റാഷണൽ തിങ്കിങ് ആണ് പ്ലസ് ഒബ്ജക്റ്റിവിറ്റി ആണ്. ഒന്നുകൂടി ഓർമ്മിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി. രണ്ടാമത് റാഷണൽ തിങ്കിങ്, യുക്തിസഹമായ ചിന്ത. മൂന്നാമത്തത് ഒബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠത. എന്താണ് ഒബ്ജക്റ്റിവിറ്റി? തീർച്ചയായിട്ടും കുറെ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 2 മാർക്കിന്റെ ചോദ്യമാണ് ഒബ്ജക്റ്റിവിറ്റി എന്താണ്, വസ്തുനിഷ്ഠത എന്താണ്, എന്താണ് റാഷണാലിറ്റി, അതും ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട. റാഷണാലിറ്റി മീൻസ് യുക്തിസഹമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക, യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാതിരിക്കുക. സയൻസ് ആകണമെന്നുണ്ടോ? നിങ്ങൾ പറയുന്ന ഒരു ഇൻഫർമേഷൻ സയൻസുമായി കണക്റ്റഡ് ആവണമെന്നുണ്ടോ? യു ഷുഡ് ബി റാഷണൽ. നിങ്ങളത് പറയുമ്പോൾ അത് കോമൺ ലോജിക്കിന്, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാവണം. അതുപോലെ തന്നെ ഒബ്ജക്റ്റിവിറ്റി. എന്താണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്? വസ്തുനിഷ്ഠത. ആത്മനിഷ്ഠതയുടെ എതിർപദമാണ് വസ്തുനിഷ്ഠത. എന്താണ് ആത്മനിഷ്ഠത? നിങ്ങളുടെ ആത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ ഒരു കാര്യത്തെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അത് ആത്മനിഷ്ഠത. നിങ്ങളുടെ ആത്മാവിന്റെ ഇഷ്ടം എന്തോ ആയിക്കൊള്ളട്ടെ, അതൊരു വശത്തേക്ക് മാറ്റിവെച്ചിട്ട് നിങ്ങൾ കണ്ണും പൂട്ടി വളരെ ന്യൂട്രലായിട്ട്, പക്ഷപാതമില്ലാതെ ഒരു യഥാർത്ഥ വസ്തുതയെ അതേപടി അങ്ങ് പറയുക. നിങ്ങളുടെ ഇഷ്ടത്തിന് എതിരായിരിക്കാം, എന്നാൽ പോലും നിവൃത്തിയില്ല, നിങ്ങൾ യഥാർത്ഥ വസ്തുതയ്ക്ക് അനുസൃതമായി സംസാരിക്കുന്ന വ്യക്തിയാവുക. ഇതാണ് വസ്തുനിഷ്ഠത. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഒബ്ജക്റ്റിവിറ്റി. ഓക്കെ, അപ്പം ആത്മനിഷ്ഠത, അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? സബ്ജക്റ്റിവിറ്റി. നമുക്കൊരു കാര്യത്തോട് ഇഷ്ടമുണ്ട്, നമുക്കൊരു വ്യക്തിയോട് ഇഷ്ടമുണ്ട് എങ്കിൽ ആ വ്യക്തി എത്ര തെറ്റ് ചെയ്താലും നമ്മൾ ആ വ്യക്തിയെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. നമുക്ക് ഒരു വ്യക്തിയോട് ഇഷ്ടക്കേടുണ്ട്, ആ വ്യക്തി എത്ര നല്ലത് ചെയ്താലും നമ്മൾ അതിലൊന്നും വലിയ വില കൊടുക്കില്ല. നമ്മൾ എന്തുകൊണ്ടാണ്? നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ അവിടെ പെരുമാറുന്നത്. കാരണം നമുക്ക് ആ വ്യക്തിയോട് എന്തൊക്കെയോ മറ്റു മുൻകാലങ്ങളിലെ കാരണങ്ങളാലൊക്കെ, പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് താല്പര്യമില്ല, അത്ര തന്നെ. ഇങ്ങനെ ഒരാൾ പെരുമാറിയാൽ അത് സയന്റിഫിക് ആയ പെരുമാറ്റമല്ല. സയന്റിഫിക് ആയ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഇങ്ങനെ ആത്മനിഷ്ഠമായല്ല, സബ്ജക്റ്റീവ് ആയല്ല, പിന്നെയോ ഒബ്ജക്റ്റീവ് ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ അവിടെ ബാധകമാക്കരുത്. നിങ്ങളുടെ താല്പര്യങ്ങൾ ഒക്കെ അതൊന്നും അവിടെ വിഷയമാവരുത്. മറിച്ച് നിങ്ങളുടെ കൺമുന്നിൽ കാണുന്നതോ അനുഭവപ്പെടാൻ കഴിയുന്നതോ ആയ യഥാർത്ഥ വസ്തുത എന്തോ അത് അതേപടി പറയുക, ഉള്ളത് ഉള്ളപടി പറയുക. ഇതാണ് സയൻസിന്റെ രീതി എന്ന് പറയുന്നത്. അല്പം പോലും പെരുപ്പിച്ചു പറയൽ, എക്സാജറേഷൻ പാടില്ല. എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാൽ, പെരുപ്പിച്ചു പറഞ്ഞാൽ, പൊടിപ്പുന്തെങ്കിലും ചേർത്ത് പറഞ്ഞാൽ അത് സയൻസ് ആവൂല. സയൻസിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നു. ഒട്ടും തന്നെയും മൂല്യം കുറച്ച് പറയാതിരിക്കുക, ഇത് ഉള്ളപടി പറയുക എന്ന് പറഞ്ഞതാണ് അർത്ഥം. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഒബ്ജക്റ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ സോഷ്യൽ സയൻസ് അല്ല എന്തൊരു സയൻസും പഠിക്കുന്നയാള് അങ്ങനെ വേണം ആ വിഷയത്തെ സമീപിക്കാൻ. ഒബ്ജക്റ്റിവിറ്റിയോടുകൂടി സമീപിക്കണം എന്നർത്ഥം. നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഒരു വശത്തേക്ക് മാറ്റിവെക്കുക, ന്യൂട്രലായിട്ട് നിങ്ങൾ അതിനെ സമീപിക്കുക. ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്ത ആൾക്ക് ഒരിക്കലും ഒരു സയന്റിസ്റ്റ് ആകാൻ കഴിയില്ല, ഒരു സോഷ്യോളജിസ്റ്റ് ആവാൻ കഴിയില്ല, ഒരു സോഷ്യൽ സയന്റിസ്റ്റ് ആകാൻ കഴിയില്ല. ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ലെസൺ 1 ആദ്യത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്.